ആകെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് MP അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി വി ജോയ്, ഒപ്പം മുരളീധരൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ NDAയുടെ സ്ഥാനാർത്ഥി. 3 പേരുടെയും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രതീക്ഷകൾ ഏത് തരത്തിലാണ് എന്ന് നോക്കാം. എത്രത്തോളം വിജയപ്രതീക്ഷ ഈ ഘട്ടത്തിലുണ്ട്? എന്തുകൊണ്ട്? 101% വിജയപ്രതീക്ഷയുമായിട്ടാണ് ഞാൻ ഈ അവസാന ഘട്ടത്തിലുള്ള ഈ പര്യടന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു വികാരം കാണുമ്പോൾ, ജനങ്ങളുടെ ഒരു ഈ നട്ടുച്ച നേരത്തും അവരെ എല്ലാം സഹിച്ചുകൊണ്ട് ഇറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അവർ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് വളരെ ഉദാത്തമായ ഒരു തെളിവാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് ഈ ഘട്ടത്തിൽ? എന്തുകൊണ്ട്? 100%. കാരണം ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രചരണം ഇങ്ങനെ പോകുമ്പോഴും 100% വിജയപ്രതീക്ഷ? 100%. ഞാൻ 100% ജയിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രചരണത്തിലുള്ള ഒരു ആത്മവിശ്വാസം, അത് കാണുമ്പോഴുള്ള ആത്മവിശ്വാസമാണ് ആളുകളുടെ ഒരു പ്രചരണത്തിലുള്ള ആത്മവിശ്വാസം. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു ഏകീകരണം, വളരെ ഭംഗിയായി ഞങ്ങളുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.